എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി നഗരസഭയുടെ മുൻ ഭരണാധികാരിയായിട്ടുള്ള ശ്രീ എബി ജോർജിൻ്റെ കാലഘട്ടത്തിൽ നടന്ന രണ്ട് പ്രധാനപ്പെട്ട വികസനങ്ങളിൽ ഒന്ന്, ഈ ചാലക്കുടി പട്ടണത്തിൻ്റെ പകൽ രാത്രി സമയങ്ങളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് കൃത്യമായി ഒപ്പിയെടുക്കുന്ന നല്ല ഹൈടെക് ക്വാളിറ്റിയുള്ള ക്യാമറകളുടെ ഘടിപ്പിക്കലായിരുന്നു. പല ഭാഗങ്ങളിലായിട്ട് ചാലക്കുടി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറകൾ ശ്രീ എബി ജോർജിൻ്റെ കാലഘട്ടത്തിലാണ് വെച്ചത്. അതൊരു പ്രധാനപ്പെട്ട വികസനമായിരുന്നു. രണ്ടാമത്തെ വികസനം, അദ്ദേഹം ഈ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ടാപ്പുകൾ കോടിക്കണക്കിന് രൂപയാണ് അതിന് ടാക്സ് അടച്ചുകൊണ്ടിരുന്നത്. ആ പരിപാടി അവസാനിപ്പിച്ചു. എന്തായിരുന്നാലും ഈ ക്യാമറകളുടെ സ്ഥിതി അത് ചാലക്കുടി നഗരസഭയിലെ പല കാര്യങ്ങളും കൃത്യതയോടുകൂടി മനസ്സിലാക്കുന്നതിന് സാധിച്ചു. പ്രത്യേകിച്ച് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നവരെ, മാലിന്യങ്ങൾ കൊണ്ട് തട്ടി ഓരോ സ്ഥലങ്ങളിൽ ചാലക്കുടി പട്ടണത്തിനെ മുഴുവൻ മലിനമാക്കുന്ന വിരുദ്ധന്മാരെ എറണാകുളത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ മാലിന്യം തള്ളിയ ടീമുകളൊക്കെ പൊക്കാൻ ഈ ക്യാമറ കണ്ണുകളിലൂടെ സാധിച്ചു. മോഷ്ടാക്കളെ, അപകടങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ക്യാമറ കണ്ണുകളിലൂടെ സാധിച്ചു. അതുകൊണ്ട് ക്യാമറകൾ ഈ ചാലക്കുടി നഗരസഭയുടെ പല പ്രദേശങ്ങളിലും വെച്ചത് പലർക്കും പ്രചോദനമായി. റെസിഡൻസ് അസോസിയേഷനുകൾ പലരും അത് ഏറ്റെടുത്തു. അങ്ങനെ ചാലക്കുടി പട്ടണത്തിൽ പകൽ രാത്രി സമയങ്ങളിൽ നമ്മൾ ആരും കാവൽ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, പല സ്ഥലങ്ങളിലും കൃത്യമായിട്ടുള്ള ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് വലിയ അനുഗ്രഹമായിരുന്നു പോലീസിനും നാട്ടുകാർക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സംഭവം എന്താണെന്നറിയോ? നമ്മുടെ പോട്ട അടിപ്പാതയുണ്ടല്ലോ, പോട്ട മേൽപ്പാത അടിപ്പാത, ആ അടിപ്പാതയുടെ അവിടെ നിന്ന് ചാലക്കുടിയിലേക്ക് പോകുന്ന ഭാഗത്ത്, അതായത് തെക്കോട്ട് പോകുന്ന ഇടതുവശത്തെ സർവീസ് റോഡിൻ്റെ ആദ്യം കാണുന്ന ക്യാമറ, ആ ക്യാമറയുടെ അവിടെ 2-3 ദിവസങ്ങൾക്ക് മുൻപ് കണ്ടമാനം മാലിന്യങ്ങൾ കൊണ്ടൊരു ടീം തള്ളി. ആ തള്ളിയത് കൃത്യമായിട്ട് അയാളെ പിടിക്കാമായിരുന്നു. പക്ഷേ ക്യാമറകൾ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് ക്യാമറകൾ വർക്ക് ചെയ്യാത്തത്? പല ക്യാമറകളും വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ AMC കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറകൾക്ക് ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ സജ്ജമാക്കിയിരുന്നു. അവരുടെ കാലാവധി കഴിഞ്ഞു, ഇനി അത് പുതുക്കണം. ഞാൻ ചോദിക്കുന്നത്, ഈ AMC കാലാവധി കഴിയുന്നത് വരെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണോ? കഴിയുന്നത് വരെ നോക്കിയിരിക്കുകയായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഈ പട്ടണം, ചാലക്കുടി പോലൊരു പട്ടണത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ സംഭവങ്ങൾ നടന്നാൽ ഒരുപക്ഷെ സഹായകമാകേണ്ട ഈ ക്യാമറ കണ്ണുകൾ കണ്ണടച്ചിരിക്കുകയാണ്. കാരണം AMC കാലാവധി കഴിഞ്ഞു. ആരായിരുന്നു ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടിയിരുന്നത് എന്നുള്ളത് ഞാൻ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. കാരണം ഇവിടെ ചില ആളുകൾക്ക് നേരെ വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ അവർക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. അവരെന്തോ വലിയ സംതിങ് ആണെന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. അവരൊരു തേങ്ങയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരൊരു തേങ്ങയല്ല. പിന്നെ അവർ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചാലക്കുടി നഗരസഭയെ മാത്രം ഫോക്കസ് ചെയ്യുന്നു, മറ്റു പല പഞ്ചായത്തുകളിലേക്കൊന്നും പോകുന്നില്ലെന്ന്. മറ്റു പല പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരുടെ വാർഡിൽ പോയി വരെ വാർത്ത ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇട്ടേക്കാം. ചില പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ പരാജയപ്പെട്ടപ്പോഴേ ഞാൻ കൃത്യമായി വാർത്തകൾ ചെയ്തിരുന്നു. അതൊക്കെ കണ്ണടച്ച് പോയിട്ടുണ്ടാവും. കാരണം എന്താണെന്നറിയോ? മറ്റു പലരെയും പറ്റി വിമർശനങ്ങൾ തൊടുത്തുവിട്ടപ്പോൾ ആ വിമർശനങ്ങൾ കേട്ട് കർണപുടങ്ങളിൽ സന്തോഷത്തിൻ്റെ തിരമാലകൾ പെയ്യിപ്പിച്ച ചിലർക്ക് അവരുടെ കർണപുടങ്ങളിൽ അവരെക്കുറിച്ചുള്ള വിമർശനങ്ങൾ വന്നപ്പോൾ ആകെ അസ്വസ്ഥത, ആകെ ഞെരിവിരി. കാരണം എല്ലാവരും ഇങ്ങനെ വാഴ്ത്തിപ്പാടലുകളാണല്ലോ. ഞാനിത് പറയും, ഈ ക്യാമറകൾ ഘടിപ്പിച്ചത് ചാലക്കുടി നഗരസഭയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നടത്തി മുന്നോട്ട് പോകാനുള്ള സംഗതി ചാലക്കുടി നഗരസഭയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം എബി ജോർജിൻ്റെ കാലഘട്ടത്തിൽ നടന്നൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു, ഒരുപാട് സംഭവങ്ങൾ അറിയാം. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പല വിഷ്വൽസും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത് വലിയ സഹായമായിരുന്നു. ഇതിൻ്റെ AMC കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. ആരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തേണ്ടതെന്ന് അറിയില്ല. എന്തായിരുന്നാലും ഇടപെടൽ നടത്തേണ്ടവർ ഉറക്കം തൂങ്ങികളായിട്ട് മാറരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വികസനം നടത്തേണ്ടത് ചാലക്കുടി നഗരസഭയിലാണ്, ഉത്തരവാദിത്തമുള്ളത് ചാലക്കുടി നഗരസഭയിലാണെന്ന് കൂടി ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെക്കുറിച്ചുള്ള എല്ലാ അസഹിഷ്ണുതകൾക്കും എല്ലാ വിമർശനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ക്യാമറ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. നന്ദി, നമസ്കാരം.